കണ്ടോ ടാറ്റ സിയാറയുടെ ഒരു ഫോട്ടോയാണ്. പഴയ സിയാറയുണ്ട്, പുതിയ സിയാറയുണ്ട്. ഇവിടെ കുറേ സിയാറാസ് ഉണ്ട് കേട്ടോ. കുറേ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് രണ്ടുപേരിരുന്ന് ഡ്രോ ചെയ്യുന്നുണ്ട്, പെൻസിൽ ഡ്രോ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ സിസ്റ്റത്തിൽ ഡ്രോ ചെയ്യുന്നുണ്ട്. ടാബാണ്, ടാബിൽ ഡ്രോ ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഇത് കാഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ ദാണ്ട ഈ കാണുന്ന അടുത്ത രൂപത്തിലേക്ക് വരും. ഇതൊരു പ്രൊഡക്ഷൻ മോഡലിന് മുമ്പ് വരുന്ന ഒരു രൂപമാണ്. ഇത് ക്ലേ വെച്ചാണ് ഇങ്ങനെ മോഡൽ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ബേസിൽ നമ്മുടെ പ്ലൈവുഡ് ബേസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ തെർമോക്കോൾ വരും. അതിൻ്റെ മുകളിലാണ് ഈ ക്ലേ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ്ലി ദാണ്ട ഈ ഒരു റഫിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കും. ഈ റഫ് രൂപത്തിലേക്ക് എടുത്തിട്ട് പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇതാണ് ആക്ച്വലി ക്ലേ. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ക്ലേ ഇതാണ് ഉണ്ടല്ലോ. ഈ ക്ലേ ഹീറ്റഡ് ആണ് കേട്ടോ. ഇത് മെൽറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇത് ആക്ച്വലി ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ആക്ച്വലി കാർ ഡ്രോയിങ് ഉണ്ടാകുന്നത് കറക്റ്റ് എന്താണ് വണ്ടിയെന്ന് എക്സാക്ട്ലി മനസ്സിലാവത്തില്ല. എക്സാക്ട്ലി വണ്ടി എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തത്. പിന്നെ ഈ ഒരു രൂപത്തിലേക്ക് ഫിനിഷ് ചെയ്തെടുക്കും. ഇതൊക്കെ ഫിനിഷ്ഡ് ആയിട്ടുള്ള പീസസ് ആണ്. പിന്നെ കറക്റ്റ് എക്സാക്റ്റ് വണ്ടിയിൽ എന്താണ് വരുന്നത്, എന്താണ് നമ്മൾ ഉദ്ദേശിച്ച എലമെൻറ്റ് കിട്ടിയോ, എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ എന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് ക്ലേ വെച്ചിട്ട് മോഡൽ ചെയ്തെടുക്കുന്നത്. ഈ സൈഡൊക്കെ കണ്ടല്ലോ, ഇത് കുറച്ച് കാർവ് ചെയ്ത് ഒരു സെക്കൻഡ് ഫേസിൽ നിൽക്കുകയാണ്. ഇത് അതിന് മുമ്പത്തെ ഫേസാണ്. ഫസ്റ്റ് ഫേസ് ഇങ്ങനെ ആയിരിക്കും വണ്ടി വരിക. ഇതിൻ്റെ ബേസിൽ തെർമോക്കോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ തെർമോക്കോൾ കൃത്യമായിട്ട് മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഈ ക്ലേ ചെയ്യുന്നത്. ഈ ക്ലേ സൂക്ഷിച്ചിരിക്കുന്നതാണ്ട് ഇതിനകത്താണ്. ഇതിനകത്ത് ഹീറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരു വണ്ടി ആക്ച്വലി റോഡിലേക്ക് ഇറങ്ങുന്നത്. ഒത്തിരി പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളൊക്കെ ചെയ്തിട്ടാണ് വണ്ടി ഇത്രത്തെ രീതിയിലേക്ക്. എല്ലാവരും സത്യം പറഞ്ഞാൽ എക്സൈറ്റഡ് ആണ്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ രസകരവും സന്തോഷപരമായ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോ വണ്ടി, ഇപ്പം ടാറ്റ മാത്രമല്ല എല്ലാ ബ്രാൻഡും ഇതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് വണ്ടികൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും വളരെ എക്സൈറ്റിംഗ് ആണ് ഇങ്ങനെ കാര്യങ്ങളെ കാണാൻ കഴിഞ്ഞാൽ. അപ്പോൾ ഡിസൈൻ ടീമുണ്ട്. ഈ ടാറ്റയ്ക്ക് നമുക്ക് പൂനെയിലുള്ള ഡിസൈൻ ടീമാണ് ഇവിടെ ഇരിക്കുന്നത്. പുതിയ സിയാറയാണ്. ഇനി നമുക്ക് റിയൽ വണ്ടി ഒന്ന് കാണാം.